ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാജ ഓർ വിദ്രോഹി എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതായത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो. लड़ाई से आनंद और उल्लास का अनुभव करने वाले രാജാ पर आपका विचार क्या है എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആ സെൻറ്റൻസിലൂടെ ഒന്ന് പോകാം. അതായത് ഇതിനകത്ത് ആ രാജാവ് പറയുന്ന ഒരു ഡയലോഗാണിത്. യാനിക്ക് ലഡായിക്ക് ആനന്ദ് और उल्लास से तुम लोग मुझे अलग करना चाहते हो. അതായത് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദവും ഉല്ലാസവും അതിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് രാജാവ് ചോദിക്കുന്നുണ്ട്. ലഡായി സെ ആനന്ദ് और उल्लास का अनुभव करने वाले രാജാ पर आपका विचार क्या है. യുദ്ധത്തിലൂടെ ആനന്ദവും ഉല്ലാസവും കണ്ടെത്തുന്ന രാജാവിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യം ഒരു 4 സെൻറ്റൻസ് ആയിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഐസെ രാജാ കാ വിചാർ ഗലത് ഹെ. രാജാ കാ കാം പ്രജാ की भलाई करना है, ना कि लड़ाई में आनंद लेना. लड़ाई से विनाश और दुख होता है. एक अच्छा राजा शांति और न्याय को महत्व देता है. ഓക്കെ, അപ്പോൾ 4 സെൻറ്റൻസ് ഉണ്ട്, സിമ്പിളാണ്. നമുക്ക് ഓരോ സെൻറ്റൻസിലൂടെ പോകാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? യുദ്ധത്തിലൂടെ ആനന്ദവും ഉല്ലാസവും കണ്ടെത്തുന്ന രാജാവിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഐസെ രാജാക്ക വിചാർ ഗലത് ഹെ. ഈ രാജാവിൻ്റെ ആ ഒരു തോട്ട് അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. എന്താണ്? യുദ്ധത്തിലൂടെ ആനന്ദവും ഉല്ലാസവും കണ്ടെത്തുക എന്ന് പറയുന്നത് ആ ഒരു വിചാരം തെറ്റാണ്. രാജാക്ക കാം പ്രജാക്കി ഫലായി കർണാ ഹെ. രാജാവിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ആളുകൾക്ക് നന്മ ചെയ്യുക എന്നാണ്, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. നാക്കി ലഡായിമേ ആനന്ദലേന. അല്ലാതെ യുദ്ധത്തിലൂടെ ആനന്ദം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുകയല്ല ഒരു രാജാവിൻ്റെ ജോലി എന്ന് പറയുന്നത്. ലഡായിസെ വിനാശ് ഓർ ദുഃഖ് ഹോത്തായ. നമുക്കറിയാം, യുദ്ധം നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സാണ് യുദ്ധത്തിലൂടെ സംഭവിക്കുന്നത്. കാരണം ഒത്തിരി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും, അതായത് നമ്മളുടെ മൊത്തം ആ ഒരു രാജ്യത്തെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ഇവിടെ അത് പറഞ്ഞതേ ഉള്ളൂ. ലഡായിസെ വിനാശ് ഓർ ദുഃഖ് ഹോത്താഹ. യുദ്ധത്തിലൂടെ എന്താണ്? നാശവും ദുഃഖവും മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. ഏക് അച്ഛാ രാജ ശാന്തി ഓർ ന്യായക്കും മഹത്വ ദേത്താഹ. ഒരു നല്ല രാജാവ് ശാന്തി അതുപോലെ തന്നെ ന്യായം ഇതിനൊക്കെയാണ് മഹത്വം കൊടുക്കേണ്ടത്. ഓക്കെ, അതല്ലാതെ യുദ്ധത്തിലൂടെ യുദ്ധം ചെയ്ത് സന്തോഷിക്കാനല്ല ഒരു നല്ല രാജാവ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഒന്നുകൂടി നോക്കാം. ഐസെ രാജാ കാ വിചാർ ഗലത് ഹെ. രാജാ കാ കാം പ്രജാ की ഫലായി കർണാ ഹെ. ഫലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ ചെയ്യുക. നാ कि लड़ाई में आनंद लेना. लड़ाई से विनाश और दुख होता है. एक अच्छा राजा शांति और न्याय को महत्व देता है. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പാഠം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്കതിൻ്റെ എന്താണ് വീഡിയോസ് അല്ലെങ്കിൽ മലയാളം എക്സ്പ്ലനേഷനുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനലിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് എക്സാമിന് ഒരു 2 മാർക്കൊക്കെ ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോസായിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.